രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു കുടുംബം സഹായം തേടുന്നു. പൂപ്പാറ മുള്ളൽനണ്ട് കൊച്ചിക്കാട്ടിൽ ചെല്ലപ്പനും ഭാര്യ പുഷ്പയുമാണ് ദൈനംദിന ചെലവുകൾക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. കൂലിപ്പണിക്കാരനായ ചെല്ലപ്പൻ 8 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റ് കിടപ്പിലായി. നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഇടതുകാലിന്റെയും ഇടതു കൈയുടെയും ചലനശേഷി ഭാഗികമായി തിരിച്ചു കിട്ടിയെങ്കിലും ജോലിക്ക് പോകാനാകില്ല. പുഷ്പ കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്. 1 മാസം മുമ്പ് പുഷ്പയും തളർന്നു കിടപ്പിലായി. പണമില്ലാത്തതിനാൽ ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ കഴിഞ്ഞുകൂടിയ ഇവരെ പൊതുപ്രവർത്തകർ ഇടപെട്ട് ആദ്യം രാജകുമാരി ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തേനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡ് പുതയൽപ്പാറയിലെ താമസക്കാരനാണ് ഈ ചെല്ലപ്പനും ഭാര്യ പുഷ്പയും. ചെല്ലപ്പൻ തെങ്ങിൽ നിന്ന് വീണ് പരിക്ക് പറ്റി ഹോസ്പിറ്റലിലായിരുന്നു. നടക്കാൻ പോലും സാധിക്കില്ലാതിരുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പുഷ്പ രോഗിയായി മാറിയത്. പുഷ്പയ്ക്ക് വലിയൊരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. മധുര മെഡിക്കൽ കോളേജിൽ പോകാൻ പൈസ ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ നാട്ടുകാരാണ് സഹായിച്ചതും. അവരെ 108 ആംബുലൻസ് വിളിച്ചാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടത്. അതനുസരിച്ച് ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് യാതൊരുവിധ ധനസഹായങ്ങളും ഇല്ല. മക്കളാണെങ്കിലും ഇല്ല, ആൺമക്കളാരും ഇല്ല സഹായിക്കാൻ. ഒരു മോള് മാത്രമേ ഉള്ളൂ. ഒരു മോള് മരണപ്പെട്ടതാണ് നേരത്തെ. അപ്പോൾ ഈ മോള് മാത്രമേ ഉള്ളൂ. അത് മോളെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് ആ കുടുംബത്തിന് വേറെ ആരും ഒരു സഹായം ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ സുമനസ്സുള്ള ആൾക്കാർ അവരെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. തേനിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മധുര ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പരിശോധനയിൽ കഴുത്തിലെ അസ്ഥി തേയുകയും രക്തം കട്ടപിടിക്കുന്നതുമായ അപൂർവ രോഗമാണെന്ന് തെളിഞ്ഞു. ഇടുപ്പിലെ അസ്ഥി ശസ്ത്രക്രിയയിലൂടെ കഴുത്തിൽ വെച്ചുപിടിപ്പിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. നാട്ടുകാർ പണം പിരിച്ച് ശസ്ത്രക്രിയ നടത്തി. 2 ആഴ്ച മുമ്പാണ് പുഷ്പയെ വീട്ടിലെത്തിച്ചത്. ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ട്യൂബ് വഴിയാണ് ഭക്ഷണം നൽകുന്നത്. തുടർ ചികിത്സയ്ക്ക് വൻതുക ചിലവാകും. നിലവിൽ ദൈനംദിന ചെലവുകൾക്ക് പോലും പണമില്ലാതെ വലയുകയാണ് ഈ കുടുംബം. ഇനി 5 ദിവസം നേരെ വരാൻ ഇപ്പോൾ ഡോക്ടർ വന്നാലേ ട്യൂബൊക്കെ നോക്കുകയുള്ളൂ, പിന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ ഊരിനെ കുറിച്ച് ഒന്നും എടുക്കാനില്ല. എൻ്റെ ആകുമ്പോൾ ഇനിയിപ്പോൾ 10 രൂപ എൻ്റെ എടുക്കാനില്ല. ഒറ്റയ്ക്കായി ഞാൻ ആരുടെയും കഞ്ചിനായിട്ട് തുത്തിനും കെഞ്ചി, ഇനി ആരുടെയും കെഞ്ചി ഇപ്പോൾ ഈ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത്രയും ഇതായി ഒരു രക്ഷയിലാണ്. മൂത്ത മകൾ ദിവ്യ വിവാഹിതയാണ്. ഇളയ മകൾ വിദ്യ 2 വർഷം മുമ്പ് തൃപ്പൂണിത്തറയിൽ ജോലിക്ക് പോകുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ചു. ചികിത്സാ സഹായം സ്വീകരിക്കാൻ പുഷ്പയുടെ പേരിൽ യൂണിയൻ ബാങ്ക് പൂപ്പാറ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്.